ഈ സമയം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഗുസ്തി താരങ്ങൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം നടത്തി എന്ന കേസിൽ ബ്രിജ് ഭൂഷണെ വെറുതെ വിട്ടിരിക്കുന്നു കോടതി. ദില്ലിയിലെ വിചാരണ കോടതിയുടേതാണ് നടപടി. ഗുസ്തി താരങ്ങളുടെ സമരത്തിന് വഴിവെച്ച സംഭവത്തിലാണ് വിധി വന്നിരിക്കുന്നത്. ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ്. ധനേഷ്, രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച താരങ്ങൾ തെരുവിലിറങ്ങി ഫെഡറേഷൻ അധ്യക്ഷനായിരുന്ന ആൾക്കെതിരെ പ്രതിഷേധിച്ച അസാധാരണമായ, രാജ്യം ശ്രദ്ധിച്ച സംഭവം, അതിൽ എന്തൊക്കെയാണ് ഇപ്പോൾ കോടതി നിരീക്ഷിക്കുന്നത്? ഏതായാലും അസാധാരണമായ ഒരു കേസിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെ വ്യാപകമായ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ഇതിൽ ദില്ലി പോലീസ് അടക്കം കേസെടുക്കുന്നില്ലെന്നും തങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെന്നും കാട്ടി ഗുസ്തി താരങ്ങൾ, രാജ്യത്തിന് അഭിമാനമായ ഗുസ്തി താരങ്ങൾ ജന്തർ മന്ദിരങ്ങളിൽ മാസങ്ങളോളം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പിന്നീടാണ് ഇത്തരത്തിൽ കേസെടുക്കാമെന്നുള്ള കാര്യം. രാജ്യത്തിന് വേണ്ടി മെഡൽ നേടിയ ആ താരങ്ങള് സമരം നടത്തുക. എന്താണ് സമരം? ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ തങ്ങൾക്ക് നേരെ അക്രമം നടത്തി എന്ന് വനിതാ പെൺകുട്ടികള് സമരം നടത്തുന്നു. എന്തിനാ സമരം നടത്തുന്നത്? അക്രമം നടത്തിയതിനാണോ സമരം നടത്തിയത്? അല്ലല്ലോ. അക്രമത്തില് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി, ആ വ്യക്തിക്ക് നേരെ കേസ് ചാർജ് ചെയ്യുന്നില്ല. കേസ് പരാതി പറഞ്ഞിട്ടും കേസെടുക്കാൻ തയ്യാറാവുന്നില്ല ഡൽഹി പോലീസ് എന്ന് പറഞ്ഞാൽ അമിത്ഷാ നിയന്ത്രിക്കുന്ന പോലീസ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഡൽഹി പോലീസ് കേസെടുക്കുന്നില്ല. അങ്ങനെയാണ് ഇവർ സമരം ചെയ്തത്. സമരം ചെയ്തതിൽ ഈ പറയുന്ന സമരം ചെയ്ത ആളുകള് പ്രഗത്ഭരായി രാജ്യത്തിന് വേണ്ടി മെഡലുകൾ വാരിക്കൂട്ടിയ താരങ്ങളാണ്. ആ താരങ്ങളാണ് രാജ്യത്ത് ജന്തർ മന്ദിറിൽ ഇറങ്ങി പ്രതിഷേധിച്ചത്. 2023 അന്ന് വിനേഷ് ഫോഗാട്ട്, അതുപോലെ ബജറംഗ് പൂനിയ, അതുപോലെ സാക്ഷി മാലിക്, അതുപോലെ സഹോദരി സംഗീത ഫോഗാട്ട്, ഇവരൊക്കെ ചേർന്ന് വലിയ സമരമായിരുന്നു ജന്തർ മന്ദിറിൽ. അതിനെ തുടർന്ന് വലിയ ചർച്ചകൾ ഉണ്ടായി രാജ്യത്ത്. അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ അവസാനം വേറെ വഴിയില്ലാതെയാണ് ബ്രിജ് ഭൂഷണെതിരെ കേസെടുത്തത്. അപ്പൊ ആ കേസിൽ ഈ വ്യക്തി നിരപരാധിയാണ് എന്ന് കോടതി വിധി വരികയാണ്. ഇതിപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത്രയും ഇത് പ്രതീക്ഷിച്ചിട്ട്, കാരണം ബ്രിജ് ഭൂഷൺ BJPയുടെ MP ആയിരുന്നു, അല്ലേ? ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളുമായി വലിയ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടിരിക്കുക. കുറ്റക്കാരനല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? കോടതി വെറുതെ വിട്ടാൽ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു വിധി വരുന്നതിൻ്റെ ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തോളം ആയിട്ടുണ്ട്. ഏകദേശം ഒരു മാസം മുമ്പാണ് ബ്രിജ് ഭൂഷൺ ഒരു പ്രസ്താവന നടത്തിയത്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല. ആ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന കൊള്ളയുമായിട്ടായിരുന്നു. ആ കൊള്ളയിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഇതിൽ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട കസേരകളിൽ ഇരിക്കുന്നവരാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ തനിക്ക് അവരെ പ്രവർത്തികൾ അറിയാം, ഈ കൊള്ളയെക്കുറിച്ചറിയാം, ഇത് കുറെ കാലങ്ങളായിട്ടറിയാം. ഈ കൊള്ള അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങിയ ഘട്ടം മുതലുള്ള കൊള്ളയാണ്. അതുകൊണ്ടാണ് താൻ അങ്ങോട്ട് പോകാത്തത്. ഞാൻ ഇതുവരെ അയോധ്യയിൽ രാമക്ഷേത്രം സന്ദർശിക്കാത്തതിൻ്റെ കാരണം അവിടെ അതിൻ്റെ എന്താ പറയേണ്ടത്, ഈ പറയുന്ന ഫൗണ്ടേഷൻ സ്റ്റോൺ മുതൽ അവിടെ കൊള്ള തുടങ്ങിയതാണ് എന്നുള്ളതാണ് ബ്രിജ് ഭൂഷൻ്റെ വാദം. അതോടൊപ്പം ബ്രിജ് ഭൂഷൺ പറഞ്ഞ മറ്റൊരു സെൻറ്റൻസ് കൂടിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ ഭാഗമായി ഇതിനെ നിയന്ത്രിച്ച ആളുകളൊക്കെ വലിയ പവർഫുൾ ലോഗ് ഹേ. അതുകൊണ്ട് താൻ ഇപ്പോൾ അവരുടെ പേര് പറയുന്നില്ല. അവരുടെ പേര് പറഞ്ഞാൽ അത് ഒരുപക്ഷെ തൻ്റെ ജീവന് തന്നെ ഭീഷണിയാകും എന്നുള്ളതായിരുന്നു ബ്രിജ് ഭൂഷൻ്റെ അന്നത്തെ കമൻ്റ് എന്ന് പറയുന്നത്. ആ കമൻറ്റും ഇന്നലെ വന്ന വിധിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കാരണം ബ്രിജ് ഭൂഷൺ കുറ്റക്കാരനാണെന്ന് എങ്ങാനും കണ്ടെത്തി ബ്രിജ് ഭൂഷണെ എങ്ങാനും അകത്തിട്ടാൽ പിന്നീട് പുറത്തേക്ക് വരുന്ന തെളിവുകൾ അത് രാജ്യത്തെ ഭരണകൂടത്തെ ഒന്നടങ്കം പിടിച്ചു കുലിക്കുന്ന തെളിവുകളായിരിക്കും. ബ്രിജ് ഭൂഷൺ അതൊക്കെ കൃത്യമായി ചെയ്തു വെച്ചിരിക്കുകയാ. താൻ അകത്ത് പോയാലും ഇതൊക്കെ പുറത്തു വരാനുള്ളതൊക്കെ വേണ്ടതൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാ.
അപ്പം താൻ അകത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് അന്ന്, ഞാൻ അവരുടെ പേര് പറയില്ല, അവർ പവർഫുൾ ലോകാണ്, പറഞ്ഞു കഴിഞ്ഞാൽ അത് തൻ്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നിർവഹിച്ചത്. എന്ന് പറഞ്ഞാൽ അകത്ത് പോകുന്ന ഒരു ഘട്ടമുണ്ടായാൽ താൻ ഇതൊക്കെ വലിച്ചു വാരി പുറത്തിടും എന്നുള്ളതാണ് അതിൻ്റെ ഭീഷണി. ആ ഭീഷണി മാധ്യമങ്ങളിലൂടെ നടത്താൻ പറ്റൂലല്ലോ. പക്ഷെ തൻ്റെ കയ്യിൽ മരുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യ രാജ്യത്തോട് വിളിച്ചു പറയുകയായിരുന്നു ബ്രിജ്ഭൂഷൺ. തന്നെ മാത്രം പൂട്ടിയിട്ട് അങ്ങനെ മൂലക്കിരിക്കാം, മിണ്ടാതിരിക്കാം എന്ന് കരുതണ്ട, എന്നെ തൊട്ടാൽ ബാക്കിയുള്ളവരും പെടുത്തും എന്നുള്ളതായിരുന്നു ബ്രിജ്ഭൂഷന് കൃത്യമായ വെല്ലുവിളിയാ. അപ്പോൾ അവിടെയാണ് ഇപ്പം ഇന്നലെ ഈ വിധി വരുന്നു. ഈ വിധി വരുന്നതിൻ്റെ ഒരു മാസം മുമ്പാണ്, അതായത് ഈ രാമക്ഷേത്ര കൊള്ള പുറത്തു വന്ന സമയത്താണ് ബ്രിജ്ഭൂഷൺ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതും. അപ്പം ഇത് രണ്ടും വളരെ കണക്റ്റഡാണ് കാര്യങ്ങൾ, മനസ്സിലായില്ലേ? ഇവിടെ ഈ പറയുന്ന അതിക്രമ പരാതിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയാൽ ഇപ്പുറത്ത് രാമൻ്റെ ക്ഷേത്രക്കൊള്ള, ആ രാമക്ഷേത്ര കൊള്ളയിലും തനിക്കറിയുന്നതൊന്നും പുറത്തേക്ക് വരില്ല, തൻ്റെ കയ്യിലുള്ളതൊന്നും പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ്. അതൊരു വ്യക്തമായ ഭീഷണിയായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് വേണമെങ്കിൽ എത്രയും ഈസിയായി സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ഏജൻസി ഡൽഹി പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡൽഹി പോലീസ് കേസ് അന്വേഷിക്കുന്നു. ആദ്യം കേസെടുക്കാൻ വലിയ വൈമുഖ്യം കാണിക്കുന്നു, അല്ലേ? കേസെടുക്കുന്നില്ല. പരാതി പറഞ്ഞിട്ടും പരാതി കൊടുത്തിട്ടും റിട്ടേൺ കംപ്ലൈൻറ്റ് നൽകിയിട്ടും FIR ചാർജ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ജന്തർ മന്ദിറിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രാജ്യത്ത് ജന്തർ മന്ദിർ പല പ്രതിഷേധങ്ങളും പല സമരങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ കേസെടുക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തിട്ട് ആ പരാതിക്കനുസരിച്ചൊരു FIR ഇടാൻ തയ്യാറാവാത്തതിൻ്റെ പേരിൽ ഒരു FIRന് വേണ്ടിയിട്ട് സമരം ചെയ്തത് ജന്തർ മന്ദിറിൽ ആദ്യമായിട്ടായിരുന്നു. അതാണ് ഈ പറയുന്ന വനിതാ ഗുസ്തി താരങ്ങളുടെ സമരം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? കേസെടുക്കാൻ പോലും സമരം ചെയ്യേണ്ടി വന്നു. ആ കേസെടുക്കാൻ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഡൽഹി പോലീസിനാണ് ഇവർ കേസെടുക്കാനാണ് സമരം ചെയ്യേണ്ടി വന്നത്. അവരെ കൊണ്ട് കേസെടുത്ത് അവർ തന്നെ അന്വേഷിച്ചിട്ട് ആ കേസിൽ ഈ കുറ്റക്കാരന് ശിക്ഷ കിട്ടും എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? എങ്ങനെ അത് സാധ്യമാകും? ഈ കുറ്റക്കാരനെതിരെ കേസെടുക്കാൻ മടിച്ചു നിന്നവർ പിന്നെ അവസാനം വേറെ വഴിയില്ലാതെ ഗതികെട്ട് ഒരു FIR നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ FIR നമ്പർ പ്രകാരം അന്വേഷിച്ച് ഈ കുറ്റക്കാരനെതിരെ കേസെടുത്ത് അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുമോ? നെവർ എവർ എന്നുള്ളതല്ലേ. അപ്പോൾ വളരെ കൃത്യമായിട്ട് രാജ്യത്ത് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതാണ് ഇപ്പം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിധി വന്നതിന് ശേഷം ബ്രിജ്ഭൂഷൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എന്താണ്? താൻ അന്നേ പറഞ്ഞതാ, താൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് അന്നേ പറഞ്ഞതാ, ഇപ്പം തന്നെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പം തനിക്കെതിരെ പരാതി പറഞ്ഞവരൊക്കെ ഇനി തന്നോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ബ്രിജ്ഭൂഷൻ്റെ അവകാശം എന്ന് പറയുന്നത്. രാജ്യം ആർക്കും എന്തും ഈ പറയുന്ന ഗുസ്തി ഫെഡറേഷൻ, റെസ്ലിംഗ് ഫെഡറേഷൻ, അതിലെ ഈ പറയുന്ന പെൺകുട്ടികളൊക്കെ വെറുതെ വന്ന് വിളിച്ചു പറഞ്ഞതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? പക്ഷേ കോടതിയിൽ തെളിവുകളില്ല. കോടതിയിൽ എവിടുന്ന തെളിവ് ഉണ്ടാവേണ്ടത്? കോടതിക്ക് തെളിവുകൾ എവിടുന്ന? കോടതിക്ക് തെളിവുകൾ വേണ്ടത് കോടതി ആയിട്ട് കണ്ടെത്തി പിടിക്കുന്നതല്ല. കോടതിയിൽ ഒന്ന് പ്രോസിക്യൂട്ടറുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ, മറ്റൊന്ന് പോലീസാണുള്ളത്, അന്വേഷണ ഉദ്യോഗസ്ഥർ. ഇവരാണ് കോടതിക്ക് മുന്നിൽ തെളിവുകൾ ഹാജരാക്കേണ്ടത്, അല്ലേ? പിന്നെ പ്രതിഭാഗം വക്കീൽ വേറെയുണ്ട്. പ്രതിഭാഗം വക്കീൽ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ളതാ. അപ്പോൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരും കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നില്ലെങ്കിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇനി കോടതിക്ക് പക്കാ ബോധ്യമുണ്ടെങ്കിൽ പോലും ആ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കോടതിക്ക് വേണ്ടത് മെറ്റീരിയൽ എവിഡൻസുകളാണ്. അത് കോടതിയിൽ എത്തിക്കേണ്ടതോ ഈ പറയുന്ന അന്വേഷണ സംഘവും. അതില്ലാത്ത കാലത്തോളം കോടതി വെറുതെ വിടും, അത് തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഈ മെറ്റീരിയൽ എവിഡൻസ് കോടതിയിൽ എത്തിക്കേണ്ടതാരാ?
ബ്രിജ്ഭൂഷണെതിരെ കേസെടുക്കാൻ പോലും മടിച്ചു നിന്ന പോലീസുകാർ ബ്രിജ്ഭൂഷണെതിരായ തെളിവുകൾ കോടതിയിൽ എത്തിക്കുമോ? നെവർ എവർ, ഒരിക്കലുമില്ല. അപ്പോ രാജ്യത്തെ പല രീതിയിൽ രാജ്യത്തെ ഈ പറയുന്ന സാധാരണക്കാരുടെ, വനിതകളുടെ, സ്ത്രീകളുടെ, എനിക്കിതിലൊക്കെ വലിയ ഒരു എന്താ പറയണത്, ആശങ്ക എന്നോ അല്ലെങ്കിൽ ദുഃഖമെന്നൊന്നും പറയാൻ കഴിയില്ല. ഇവരാണ് സ്ത്രീകളുടെ സംരക്ഷകർ. നരേന്ദ്രമോദി വാ തുറന്നാൽ സ്ത്രീ സംരക്ഷണമാണ്. എന്നാൽ സംരക്ഷിക്കപ്പെടേണ്ട സ്ത്രീകളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.